പാനൂർ ബോട്ടപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ജുഡീഷ്യൽ അന്വേഷണം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. സാങ്കേതിക വിദഗ്ധരും അന്വേഷണ കമ്മീഷന്റെ ഭാഗമാകും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകും. ആശുപത്രിയിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. വാക്കുകളിൽ രേഖപ്പെടുത്താൻ കഴിയാത്ത ദുഃഖമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ നടന്നതാണ്. അത് ആ പരിശോധനകളുടെ ഭാഗമായി വെച്ച നിർദ്ദേശങ്ങൾ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മേലിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ കരുതൽ ഇപ്പോഴേ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാണുന്നത് ഞങ്ങളെല്ലാവരും യോജിച്ചെടുത്ത നിലപാട് ഒരു ജുഡീഷ്യൽ എൻക്വയറി ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ്. ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുമ്പോൾ അതിനകത്ത് വോട്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. വോട്ട് യാത്രയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളടക്കം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം. അപ്പോൾ സാങ്കേതിക വിദഗ്ധരടക്കം ഉൾക്കൊള്ളുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് സ്വാഭാവികമായ പോലീസ് അന്വേഷണം നടത്തും. പക്ഷെ ഇവിടെ ഉണ്ടായ കാര്യത്തെക്കുറിച്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കും നടക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ദുരന്തത്തിന്റെ ഗൗരവം മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. സംഭവത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണം സംഘം അന്വേഷിക്കും. അതോടൊപ്പം ഇത്തരം സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് യോഗശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇത് സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്ത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് അന്വേഷിക്കും. അതോടൊപ്പം തന്നെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ ആശ്വാസ സഹായമായിട്ടും നൽകും എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതിലുള്ളത്. ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതൊരു കുറെ കൂടി ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. മാത്രമല്ല, ഈ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു, ഇതിൽ എന്തെല്ലാം പ്രതിവിധികളാണ് ശാശ്വതമായിട്ട് നടപ്പാക്കേണ്ടതുള്ളത്, ഇതിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കേണ്ടതുണ്ട്, വിവിധ കക്ഷികൾക്ക് പറയാനുള്ളത് കേൾക്കേണ്ടതുണ്ട്. അങ്ങനെ ഇതൊരു സമഗ്രമായ ഒരു അന്വേഷണമായതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനും ഇത് സംബന്ധിച്ച് നടക്കും. ഇക്കാര്യത്തിൽ മുൻപ് പ്രഖ്യാപിച്ചിരുന്ന നടപടികളിൽ പലതും പൂർണ്ണമായിട്ടും നടപ്പാക്കാത്തതാണ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വേണ്ട രീതിയിൽ ഇത് ഇംപ്ലിമെന്റേഷൻ ലെവലിൽ മുഴുവനായിട്ട് എത്താത്തതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു പ്രശ്നത്തിൽ നിലവിൽ ഇനി പരാതികളൊന്നും തന്നെ ആളുകളെ കാണുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ള പരാതികളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന സൂചനയാണുള്ളത്. 22 പേരുടെ മരണം, 10 പേരാണ് ചികിത്സ തേടിയത്, 5 പേർ ഈ അപകട സ്ഥലത്ത് നിന്ന് നീന്തി രക്ഷപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിലവിൽ ലഭ്യമായ വിവരങ്ങൾ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരച്ചിലും അന്വേഷണവും എല്ലാം പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് ശേഷം മുഖ്യമന്ത്രിക്ക് ശേഷം മുസ്ലിം ലീഗ് നേതാക്കളും മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഈ ജുഡീഷ്യൽ അന്വേഷണത്തെ മുസ്ലിം ലീഗും സ്വാഗതം ചെയ്തു. ഇതൊരു എല്ലാ കക്ഷികളും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ്. ലീഗിന് പറയാനുള്ളത് ലീഗും ആ സമയത്ത് ഈ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കും, അല്ലെങ്കിൽ പറയും, പങ്കുവയ്ക്കും എന്ന അഭിപ്രായമാണ് ലീഗും വ്യക്തമാക്കിയത്. അതിനുശേഷം റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഓരോ കുടുംബത്തിനുമെല്ലാം മരിച്ച ഓരോരുത്തർക്കുമാണ് 10 ലക്ഷം രൂപ നൽകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ ഒരു സംഭവത്തിൽ നിലവിൽ പ്രഖ്യാപിച്ച
പ്രഖ്യാപിച്ച അന്വേഷണങ്ങൾ ഈ അപകടത്തിൻ്റെ വ്യാപ്തി ഗൗരവവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണുള്ളത്. ഈ നിലവിലെ സാഹചര്യത്തിൽ ആരും എവിടെയും മിസ്സിംഗ് ആയിട്ടില്ല, അല്ലെങ്കിൽ അത്തരം കാണാതാവാത്തതിൻ്റെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തെരച്ചിൽ നിർത്തുന്നതിനെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപകടം നടന്ന ഇത്രയും സമയമായിട്ടും മലപ്പുറം ജില്ലയിലും അതുപോലെ സമീപ ജില്ലകളിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ ആരും തന്നെ കാണാതായതായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരച്ചിൽ നിർത്തുന്നതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ അനുമോദ് സൂചിപ്പിക്കുന്നത് പോലെ തിരച്ചിൽ ഇപ്പോഴും തുടരുക തന്നെയാണ്. പ്രത്യേകിച്ച് നേവിയുടെയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡ്, ഫയർഫോഴ്സ് എല്ലാം സംയുക്തമായി തന്നെയാണ് തെരച്ചിൽ നടത്തുന്നത്. അനുമോദ് സൂചിപ്പിച്ചതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് സാമ്പത്തിക സഹായം ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. നേരത്തെ മുഖ്യമന്ത്രി എത്തിയതിനു ശേഷം അവൈലബിൾ ക്യാബിനറ്റ്, അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരുടെ സംഘം ഒരു മന്ത്രിസഭാ യോഗം തന്നെ ചേരുകയുണ്ടായി. പിന്നീട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും യോഗം ചേർന്ന് ആണ് ഈ ധനസഹായം സംബന്ധിച്ച തീരുമാനമെടുത്തത്. അക്കാര്യത്തിലും മുഖ്യമന്ത്രി തന്നെയാണ് തീരുമാനം അറിയിച്ചത്. സർക്കാർ എന്ന നിലക്ക് ഓരോ ആളുടെയും കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കുന്നതായിരിക്കും. ഓരോ വാക്കുകൊണ്ടും ആശ്വസിപ്പിക്കാവുന്ന നഷ്ടമല്ല ഈ കുടുംബങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ആ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ ഒരു വാക്കുകൊണ്ടും ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നില്ല ഈ കുടുംബാംഗങ്ങളെ എന്നതാണ് വസ്തുത. എത്ര നഷ്ടപരിഹാര തുക നൽകിയാലും പരിഹാരമാകാത്ത വലിയ നഷ്ടം ആണ് കുന്നുമ്മൽ കുടുംബത്തിന് അടക്കം ഒരു കുടുംബത്തിലെ 12 ജീവനുകൾ ഉൾപ്പെടെ പൊലിഞ്ഞ വലിയൊരു ദുരന്തം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അനുമോദ് വീണ്ടും ചേരുന്നുണ്ട്. അനുമോദ്, ഈ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും അവിടെ തന്നെയല്ലേ? നേരത്തെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് അടക്കം മന്ത്രിമാരൊക്കെ പോകുമെന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ എവിടെയാണ്? എന്താണ് മറ്റു വിവരങ്ങൾ? അല്പസമയം മുമ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞത് മന്ത്രിമാർ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് ഈ തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കും ഏകോപനം നടത്തുമെന്ന് തന്നെയാണ്. അതായത് ഇന്ന് കെ രാജൻ അടക്കമുള്ളവർ ഇവിടെ തുടരാൻ തന്നെയാണ് സാധ്യത. ഇന്നലെ തന്നെ 4 മന്ത്രിമാർ അഹമ്മദ് ദേവർകോവിലും വി അബ്ദുറഹ്മാനും മന്ത്രി മുഹമ്മദ് റിയാസും കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവരൊക്കെ ഇന്നലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ ഈ ഓരോ മേഖല കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനത്തിനും ആശുപത്രികളിലെ സൗകര്യങ്ങൾക്കും ആശുപത്രികളിലെ നടപടിക്രമങ്ങൾക്കും എല്ലാം മന്ത്രിമാരുടെ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു. ഇനി ഈ മരിച്ച കുടുംബങ്ങളിൽ നേരിട്ട് സന്ദർശനം നടത്തി കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ അത്തരത്തിലുള്ള നടപടികൾ കൂടി, അല്ലെങ്കിൽ അത്തരത്തിൽ ഇവരുടെ ദുഃഖത്തിൽ കൂടി പങ്കുചേർന്നതിന് ശേഷമേ തിരിച്ചു പോകാനുള്ള നടപടികൾ ഉണ്ടാകൂ എന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത്. അതായത് ഇന്നലെ മുഴുവൻ ഈ അപകടം ഉണ്ടായ സമയം മുതൽ മന്ത്രിസഭയിലെ വലിയ ഒരു ഭാഗം മലപ്പുറത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. അവരിപ്പോഴും ഇവിടെ തുടരുക തന്നെയാണ്. അതായത് ഒരു വലിയ ദുരന്തം, സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് സംഭവിച്ചത്. അതിൻ്റെ നഷ്ടം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇതെല്ലാം ശരിയാണെങ്കിൽ പോലും കഴിയുന്ന രീതിയിൽ ആശ്വാസം നൽകുക, അത് വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും എല്ലാ തരത്തിലും അത്തരത്തിൽ ആശ്വാസം നൽകുക എന്ന ഒരു വലിയ സന്ദേശം നൽകുന്നതാണ് മന്ത്രിമാരുടെ ക്യാമ്പ് ചെയ്ത് ഈ നടപടികൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ടും ഇടപെട്ടുകൊണ്ടും ചെയ്യുന്നത്. ഇന്ന് ഇവിടെ തുടരും എന്ന സൂചന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇന്നും ഈ താനൂരിൽ തന്നെ തുടർന്നേക്കും എന്ന വിവരം ആണ് അനുമോദ് പങ്കുവെക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും താനൂരിൽ എത്തിയിട്ടുണ്ട്. അപകടം നടന്ന സ്ഥലത്ത് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക് പോകുന്നു. പ്രസാദ്, പ്രതിപക്ഷ നേതാവും നേതാക്കളും ഒക്കെ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അപകടം നടന്നിട്ടുള്ള ഈ സ്ഥലത്ത് ഇവിടെ സന്ദർശനം നടത്തുകയാണ്.
അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസ് നേതാക്കളും എ പി അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളും എല്ലാം തന്നെ ഇവിടെയുണ്ട്. കഴിഞ്ഞ നേരത്തെ രാവിലെ മന്ത്രിമാരായ കെ രാജൻ, ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇ പി ജയരാജൻ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇപ്പോഴും ഇവിടെ രക്ഷാപ്രവർത്തനം തിരച്ചിൽ നടത്തുന്നുണ്ട്. ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം NDRFന്റെയും എല്ലാം തന്നെ വിദഗ്ധ സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. അതോടൊപ്പം നേവിയുടെ പരിശോധനയും അല്പസമയം മുമ്പ് കഴിഞ്ഞിരുന്നു. ഇനിയും ആളുകൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരച്ചിലെല്ലാം തന്നെ തുടരുന്നത്. 37 പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഈ അപകടത്തിൽപ്പെട്ട അതിൽ 22 പേർ മരിച്ചു, 10 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നു. 5 പേർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നമ്മളോട് സംസാരിക്കുന്നു. അവരൊന്ന് നിൽക്കട്ടെ. ഇല്ല, പതുക്കെ തുടങ്ങും. നിങ്ങൾ വരട്ടെ, വന്ന സെറ്റ് എല്ലാം ബാക്കിലേക്ക് ഇറങ്ങുന്നു. ഒന്ന് വാങ്ങിച്ചു പിടിച്ചോളാം. പുത്തൻകടവ് ജുമാ മസ്ജിദിലേക്കാണ് മൃതദേഹങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ താനൂരിൽ എത്തുകയും അടിയന്തരമായി മന്ത്രിസഭാ യോഗം ചേരുകയും ചെയ്തു. അതിനുശേഷം ആണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ ഈ ബോട്ട് യാത്രയുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. വലിയ ദുരന്തമാണ് ഉണ്ടായത്. ഈ ദുരന്തം എനിക്ക് തോന്നുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണ്. സംസ്ഥാനത്ത് ഒരിടത്തും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഈ ബോട്ടിന് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിയില്ല. ബന്ധപ്പെട്ടവർക്ക് ആർക്കും അറിയില്ല ഇവർക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും. ഇനി ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ ഒരു സ്ഥലത്തും ലോകത്തുള്ള 6 മണിക്ക് ശേഷം ഒരു ബോട്ട് ഓപ്പറേഷൻ നടത്തില്ല. ഇത് അപകടം ഉണ്ടായത് തന്നെ 7:20 എന്ന് പറയുന്നത്. അപ്പോൾ സന്ധ്യയ്ക്ക് ശേഷം ഒരു ലൈറ്റോ ഒരു സംവിധാനമോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഈ ബോട്ടിങ് നടത്തും. ഈ ബോട്ടിന് ഒരു അംഗീകരിക്കപ്പെട്ടാണ്. ഇതൊരു എനിക്ക് കണ്ടിട്ട് തോന്നുന്ന ഒരു ഫിഷിംഗ് ബോട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ബോട്ടാണ്. അപ്പോൾ ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു സംവിധാനം ഉണ്ട്. അപ്പോൾ എവിടെയും ഇതുണ്ടെന്നുള്ളതാണ്. ഇവിടെ മാത്രമല്ല, താനൂര് മാത്രമല്ല, കേരളത്തിലെ എല്ലായിടത്തും ഇങ്ങനെ ആരും നോക്കാനില്ലാതെ, ആരും പരിശോധിക്കാനില്ലാത്ത സംവിധാനങ്ങളുണ്ട്. ഒന്ന്, ഇത് സീസറാണ്. ഈ സീസണിൽ ധാരാളം, പ്രത്യേകിച്ച് മലപ്പുറം പോലത്തെ ജില്ലകളിലെല്ലാം ധാരാളം ആളുകൾ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കും വരും. അതിന്റെ കപ്പാസിറ്റിയിൽ എത്രയാണ് എന്ന് ആർക്കും അറിയില്ല. ആ കപ്പാസിറ്റിയിലേക്കാൾ ഇരട്ടി ആളുകൾ ഈ ബോട്ടിനകത്ത് കയറി എന്നാണ് പറയുന്നത്. എത്രയോ ദുരന്തങ്ങൾ, തേക്കടിയിൽ നമുക്ക് ദുരന്തമുണ്ടായി, നമുക്ക് തട്ടേക്കാട് ദുരന്തമുണ്ടായി. ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായിട്ട് ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളും നിലനിന്നിട്ടും ഇതൊന്നും പരിശോധിക്കാനുള്ള ഒരു മെഷീനറി ഇല്ല എന്ന് പറയുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമാണ്. മാത്രമല്ല, ഈ ബോട്ട് അതിന്റെ അപകടമുണ്ടായത് ഇവിടെ പല ആളുകളും, നാട്ടിലെ ആളുകൾ പലരും എന്നോട് നേരിട്ട് പലരും സംസാരിച്ചു. പല പ്രാവശ്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇത് യാതൊരു ലൈസൻസും ഇല്ലാതെയാണ്, തോന്നിയ സ്ഥലത്താണ് പോകുന്നത്, ഇഷ്ടംപോലെ ആളുകളെ കയറ്റി പോകുന്നുണ്ടെന്ന് പരാതിപ്പെട്ടിട്ട് പോലും അത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. നിലവിലൊരു സംവിധാനം ഇല്ല. അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. അപ്പൊ ഇനി എവിടെ വേണമെങ്കിലും ഇത് സംഭവിക്കാം എന്നതാണ് നമ്മളെ തുറച്ചു നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് അടിയന്തരമായി ഇത്തരം ബോട്ടുകളെല്ലാം പരിശോധിക്കാനും ലൈസൻസ് ഇല്ലാത്ത ഒരു ബോട്ട് പോലും യാത്ര ചെയ്യുന്നില്ല ഒന്ന് ഉറപ്പുവരുത്താനും, ലൈസൻസ് ഉള്ള ബോട്ടുകൾ അതിന്റെ നിബന്ധനകൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും, ഈ സേഫ്റ്റി മെഷേഴ്സ്, സുരക്ഷാ സംവിധാനങ്ങൾ ബോട്ടുകളിൽ എടുക്കേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. ഇവിടെ ലോക്കലായിട്ട് എല്ലാവരും പറഞ്ഞത് പലരുടെയും സ്വാധീനം കൊണ്ടിട്ടാണ് ഈ ബോട്ടിന്റെ സർവീസ് നടത്തുന്നതെന്നാണ്. അതിനെക്കുറിച്ച് കൂടി ഗൗരവതരമായി അന്വേഷിക്കണം. ആരാണ് ഇതുപോലത്തെ അപകടകരമായ ഒരു ബോട്ട് സർവീസ് നടത്താൻ വേണ്ടിയിട്ടുള്ള പിന്തുണ കൊടുത്തത്, ആരുടെ ശുപാർശയോടുകൂടിയാണ് ഉദ്യോഗസ്ഥന്മാർ കണ്ണടച്ചിരുന്നത് എന്നുകൂടി അന്വേഷണത്തിന്റെ പരിധിയിൽപ്പെടുത്തണം. ഗൗരവതരമായൊരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഇത് നമുക്ക് പോയവരും നമുക്ക് വലിയ നഷ്ടമാണ്, അവരുടെ കുടുംബങ്ങൾക്കും നമ്മുടെ നാടിനും വലിയ നഷ്ടമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇനിയൊരു ദുരന്തം പോലും ഇതുപോലെ ഉണ്ടാകാതിരിക്കുക എന്നത് ഉറപ്പുവരുത്താൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നഷ്ടപ്പെട്ട എല്ലാവരുടെയും, ഈ അപകടത്തിൽ മരിച്ച കുടുംബങ്ങളോട് അവരുടെ ദുഃഖത്തിൽ അവരുടെ പങ്കുചേരുകയാണ്, അവരുടെ പ്രയാസത്തിൽ പങ്കുചേരുകയാണ്. സാധാരണക്കാരായ മനുഷ്യരാണ്, പാവങ്ങളായ മനുഷ്യരാണ് മരിച്ചത്. അപ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായവും പിന്തുണയും എല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ആ കുടുംബത്തിൽ ഒരു വീട് പോലും യഥാർത്ഥത്തിൽ ഇല്ല.
ചേർത്ത് വെച്ച് പെറുക്കി വെച്ചിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ആ കുടുംബങ്ങളെല്ലാം സഹായിക്കാൻ വേണ്ടി കൂടി സർക്കാർ തയ്യാറാക്കാം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. അത് സമയപരിധിയിൽ നിന്നുകൊണ്ട് അന്വേഷിക്കണം. സമയപരിധി വെച്ച് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ഈ അന്വേഷണത്തിന്റെയൊക്കെ റിപ്പോർട്ട് തരാനും മറ്റു കാര്യം ഇപ്പൊ സാധാരണ ജുഡീഷ്യൽ അന്വേഷണം വെച്ചാൽ അതിന്റെ ബാക്കി അറേഞ്ച്മെന്റ്സ് ചെയ്തു കൊടുക്കാൻ സർക്കാർ വൈകും. അപ്പൊ അവരെ എക്സ്റ്റൻഷൻ ചോദിക്കും. പിന്നെയും സർക്കാർ ചെയ്തു കൊടുക്കില്ല, ശമ്പളം കൊടുക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ഓഫീസ് കൊടുക്കില്ല. അപ്പൊ വീണ്ടും അവർ എക്സ്റ്റൻഷൻ ചോദിക്കും. അങ്ങനെ ഇതിന്റെ ഒരു ഗൗരവമൊക്കെ മാഞ്ഞു പോയി കഴിയുന്ന ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നാൽ പോലെ അടിയന്തരമായി ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ടിന്റെ പുറത്ത് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം. അതിനു മുൻപ് അത് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട, അത് ഇതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. എന്തെങ്കിലും നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സംസ്ഥാനത്തെ എല്ലായിടത്തും സ്വീകരിച്ച് ഇനി ഒരു അപകടം ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇനി സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഇതുപോലെ, ഞാൻ കഴിഞ്ഞ ദിവസം UN പ്രവർത്തിക്കുന്ന മുരളി തുമ്മാരുകൂടി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഇപ്പോഴാണ് കണ്ടത്. കാരണം അദ്ദേഹം ഇത് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, ജോത്സ്യമൊന്നുമല്ല. കേരളത്തിലെ സ്ഥിതി ഇതാണ്, യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് ഈ ബോട്ടുകൾ മുഴുവൻ പോകുന്നത്. അതുകൊണ്ട് കൂട്ടത്തോടുകൂടി ആളുകൾ മരിക്കാൻ സാധ്യതയുള്ള ഒരു അപകടം ഉണ്ടാവുന്നു. അപ്പോൾ ഒരുപാട് പേര് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ചെയ്യാതാണ്. ഇത്രയും പേര് മരിച്ചിട്ടും അതുപോലൊരു മുന്നറിയിപ്പല്ലാതെ ഇനി ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചാൽ സർക്കാർ തന്നെ ഉത്തരം പറയേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. ടൂറിസം സ്ഥലങ്ങളിലെ എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടി ഈ ടൂറിസം സ്പോട്ടുകളിൽ ശ്രദ്ധിക്കേണ്ട ചുമതല കൂടി സർക്കാരിനും ബന്ധപ്പെട്ട ഏജൻസികൾക്കുണ്ട്. അവരത് കൃത്യമായി ചെയ്തില്ല എന്നതിന്റെ ദുരന്തമാണ് ഈ അപകടം. അതിനി ആവർത്തിക്കണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ജുഡീഷ്യൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ സമയബന്ധിതമായി ഇത്തരം അന്വേഷണങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ഈ ലൈസൻസ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയൊന്നും ഇല്ലാത്ത നിരവധി ബോട്ടുകൾ സംസ്ഥാനത്ത് സർവീസുകൾ നടത്തുന്നതായുള്ള പരാതി ഉയരുന്ന പശ്ചാത്തലത്തിൽ വ്യാപകമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഒപ്പം കുന്നുമ്മൽ കുടുംബത്തിനാണ് വലിയ നഷ്ടം സംഭവിച്ചത്. ഒരു കുടുംബത്തിലെ 12 പേർ മരണപ്പെട്ട പശ്ചാത്തലമുണ്ട്. ഒരു വീട് പോലും ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. അവർക്ക് അത്തരം സഹായങ്ങൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഉൾപ്പെടെ ആണ് മരണപ്പെട്ടത്. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രിമാരായ K രാജൻ, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാർ എല്ലാം മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ആശുപത്രിയിൽ എത്തി. നേരത്തെ തന്നെ മന്ത്രിമാർ താനൂരിൽ എത്തുകയും വിവരങ്ങൾ എല്ലാം ശേഖരിക്കുകയും ഒപ്പം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, മന്ത്രി K കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ എല്ലാം തന്നെ നേരത്തെ എത്തിയിരുന്നു. ഒരു നാടാകെ ദുഃഖത്തിലാഴുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്രതീക്ഷിതമായ അപകടമായിരുന്നു. വേനൽ അവധിക്കാലത്ത് കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഒത്തുചേർന്ന പെരുന്നാളിന് ശേഷം എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്ത ഒരേ പ്രദേശത്ത് നിന്ന് ഉള്ളവർ തന്നെയാണ് അപകടത്തിൽ പെട്ടത്. ഇന്നലെ വൈകിട്ട് 7:30 അപകടം ഉണ്ടായത്. ഇപ്പോഴും അപകടത്തിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല. ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ബോട്ടിൽ കൂടുതൽ പേർ യാത്ര ചെയ്തതായാണ് വിവരം. 35ലധികം ആളുകൾ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ബോട്ട്, ലാൻഡിക് എന്ന ബോട്ട് ഒരു യാത്രാ ബോട്ടല്ല, അത് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടാണ് എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ പ്രദേശവാസികളിൽ നിന്നും വരുന്നുണ്ട്. ബോട്ട് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു. അപ്പോൾ എല്ലാവരും മറുഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് കൂട്ടം കൂടിയതാണ് ബോട്ട് മുങ്ങാൻ കാരണം എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ബോട്ട് തലകീഴായി മറിഞ്ഞിരുന്നു എന്നത് വ്യക്തമാണ്. രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ബോട്ട് ചെളിയിൽ പൂണ്ടുകിടക്കുന്ന സാഹചര്യത്തിലായിരുന്നു. ബന്ധുക്കൾ, ഉറ്റവർ, ഉടയവർ അവർ ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് മക്കളെ, ഭാര്യയെ ഒക്കെ
അവസാനമായി ഒരു നോക്ക് കാണുന്ന സാഹചര്യം. മത്സ്യത്തൊഴിലാളി കുടുംബമാണ്. ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്ന സമയമായിരുന്നു. വീടിനായി ഇട്ട തറ, അവിടെയാണ് ഈ മൃതദേഹങ്ങൾ ഓരോന്നായി കിടത്തിയിട്ടുള്ളത്. തീർച്ചയായും അടക്കാനാവാത്ത സങ്കടം. അയൽവാസികൾ, ബന്ധുക്കൾ ഒക്കെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം. ഒരു കുടുംബത്തിൻ്റെ 12 അംഗങ്ങൾ അപകടത്തിൽ മരണപ്പെടുന്ന സാഹചര്യം. താനൂരിൽ ദുരന്തം സംഭവിച്ച ബോട്ട് അനുമതിയില്ലാതെ സർവീസ് നടത്തിയത് ചോദ്യം ചെയ്ത നാട്ടുകാരെ ബോട്ട് ജീവനക്കാർ കയ്യേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. അപകടം സംഭവിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പുള്ള സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലാ ഇതിലുള്ള ആൾക്കാരെ അത് ഇറങ്ങി വരുന്നതാ. 30-40 ആൾക്കാരെ യാത്രക്കാരെ കയറ്റാണത് പോണേ. ഒരു ഫെസിലിസ്റ്റും ഇല്ല, ആരും തടയാനുള്ള ഉദ്യോഗസ്ഥന്മാരില്ല, ഒന്നുമില്ല. പൈസ ഉള്ളവനിക്ക് എന്തോ പൈസ ഉള്ളവനിക്ക് എവിടെയും കിടക്കാം. അങ്ങനത്തെ ഒരു രീതിയിലാ ഇതിലുള്ള ആൾക്കാരെ അത് ഇറങ്ങി വരുന്നതാ. 30-40 ആൾക്കാരെ യാത്രക്കാരെ കയറ്റാണത് പോണേ. ഒരു ഫെസിലിസ്റ്റും ഇല്ല, ആരും തടയാനുള്ള ഉദ്യോഗസ്ഥന്മാരില്ല, ഒന്നുമില്ല. പൈസ ഉള്ളവനിക്ക് എന്തോ പൈസ ഉള്ളവനിക്ക് എവിടെയും കിടക്കാം. അങ്ങനത്തെ ഒരു രീതിയിലാ ഇതിലുള്ള ആൾക്കാരെ അത് ഇറങ്ങി വരുന്നതാ. 30-40 ആൾക്കാരെ യാത്രക്കാരെ കയറ്റാണത് പോണേ. ഒരു ഫെസിലിസ്റ്റും ഇല്ല, ആരും തടയാനുള്ള ഉദ്യോഗസ്ഥന്മാരില്ല, ഒന്നുമില്ല. പൈസ ഉള്ളവനിക്ക് എന്തോ പൈസ ഉള്ളവനിക്ക് എവിടെയും കിടക്കാം. അങ്ങനത്തെ ഒരു രീതിയിലാ. ജിഷാദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ജിഷാദ്, അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇത്തരം നിരവധി ദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിക്കപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട്. അതിൽ വ്യാജ നിർമ്മിതികളും ഒക്കെ ഉണ്ടാകാം. ഇപ്പോൾ വന്നിട്ടുള്ള ഈ ദൃശ്യത്തിന്റെ ആധികാരികത എന്താണ് ഈ ദൃശ്യത്തിൽ വ്യക്തമാകുന്നത്? അഭിലാഷ്, ഇത് നമുക്ക് പങ്കുവച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രദേശത്തുകാരായ നാട്ടുകാർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ ബോട്ടിൽ ആളുകളെ കുത്തിനിറച്ചു കൊണ്ടുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആൾക്കാരെ പരാതി പറഞ്ഞിട്ടും ആൾക്കാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതിഗതിയിലേക്കാണ് ഈ ബോട്ടിൻ്റെ അധികൃതർ കടന്നിട്ടുള്ളത്. അനുമതിയില്ലാതെ സർവീസ് നടത്തിയത് ചോദ്യം ചെയ്ത നാട്ടുകാരെ ബോട്ടിലെ ജീവനക്കാർ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർവീസിന് അനുമതിയില്ലാതെ സർവീസ് നിർത്തിവെക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടും ഇവരിത് ചെവിക്കൊണ്ടില്ലെന്നാണ് നാട്ടുകാർ പരാതി പറയുന്നത്. മാത്രമല്ല, ഇവിടെ ഈ ബോട്ടിൻ്റെ മുതലാളി വലിയൊരു കയ്യേറ്റ ശ്രമങ്ങളിലേക്കാണ് കടക്കുന്നത് എന്നും നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. അഭിലാഷ്. ജിഷാദ്, അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ, അതായത് ഈ പ്രദേശവാസികളായ ആളുകളൊക്കെ പറയുന്നത് ഈ ബോട്ടുടമയ്ക്ക് വലിയ സ്വാധീനമുണ്ട്, അങ്ങനെയാണ് ഈ സർവീസ് തന്നെ നടക്കുന്നത് എന്നാണ് പറഞ്ഞത് എന്നാണ്. അതൊക്കെ പ്രദേശവാസികളുടെ പ്രതികരണങ്ങളാണ്. ഈ ബോട്ടുടമയെ സംബന്ധിച്ചോ മറ്റ് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, അത്തരത്തിൽ ബോട്ടുടമ ഒളിവിലാണെന്നുള്ള ഒരു സംഭവം നമ്മളായിട്ട് നാട്ടുകാർ പങ്കുവെക്കുന്നത്. ഇവിടെ മരണാന്തര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അഭിലാഷ്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പ്രദേശ ദൃശ്യങ്ങളാണ്. ഒരു വലിയ ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ അന്ത്യകർമ്മങ്ങൾക്കായിട്ട് വന്നിട്ടുള്ളത്. ഇവിടുത്തെ നാട്ടുകാരനെ ചോദിച്ചു നോക്കാം. ഇവിടുത്തെ ഇവിടുത്തെ ഈ ബോട്ടിന്റെ ഉടമസ്ഥന് വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അതിന്റെ ഒരു സ്ഥിതി?
താന്നൂർക്കാരനാണ് ആള്. താന്നൂരാണ് ആള്. പെരുന്നാളിൻ്റെ അന്ന് കണ്ടമാനം ആൾക്കാർ വന്നിരുന്നു, പല ഭാഗത്തു നിന്ന് ആൾക്കാർ വന്നിരുന്നു. അന്ന് നിർത്തിവെക്കാൻ പറഞ്ഞായിരുന്നു, കാരണം ബോട്ടിന്റെ ഇത് ശരിയല്ലാത്തതുകൊണ്ട് നിർത്തിവെക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസുകാർ പറഞ്ഞ് നിർത്തിവെക്കാൻ പറഞ്ഞു. നിർത്തിവെച്ചിട്ട് ഇവർ എന്ത് ചെയ്തു, അന്ന് എല്ലാ രേഖകളും സ്റ്റേഷനിൽ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അന്ന് രേഖകൾ ഹാജരാക്കില്ല. പിറ്റന്നാൾ 9 മണിക്ക് ഇവർ വീണ്ടും സ്റ്റാർട്ടായി വണ്ടി ബോട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്, നാട്ടുകാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു ദൃശ്യം. അത് എങ്ങനെ ബോട്ട് തമ്മിലുണ്ടായ വിഷയമാണോ? ബോട്ടുകാർ തമ്മിലുണ്ടായ വിഷയത്തിൽ ആൾക്കാർ ഇടപെട്ടതാണ്. നിങ്ങൾ രണ്ടു കൂട്ടരുണ്ടായിരുന്നു, 2 കൂട്ടരും ഇവിടുന്ന് പോകണ്ട, മാറ്റി വെച്ചാൽ ഇവിടുന്ന് യാത്ര ചെയ്യേണ്ട എന്ന് പറഞ്ഞു മാറ്റിച്ചു. അങ്ങനെ ഒരു ബോട്ടിലെ ആൾക്കാരാണ് കേസിന് പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുത്തത്. അങ്ങനെയാണ് പോലീസുകാർ വന്നത്. അങ്ങനെ പോലീസുകാർ വന്നിട്ടാണ് പറഞ്ഞത് നിങ്ങൾ 2 കൂട്ടരും പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ 2 കൂട്ടരും യാത്ര ചെയ്യേണ്ട, അവിടെ നിന്നോട്ട് കിട്ടിയിട്ടാണെന്ന് പറഞ്ഞ് പോയത്. ഈ ബോട്ടിന്റെ ഉടമസ്ഥന് വലിയൊരു സ്വാധീനം ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് കുറച്ച് സമയം മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണോ? സാമ്പത്തികമായിട്ട് കുറച്ച് കഴിവുള്ള ആളാണ്, പിന്നെ രാഷ്ട്രീയമായിട്ട് കുറച്ച് കഴിവുള്ള ആളാണ് മൂപ്പര്. ആ സ്വാധീനം കൊണ്ടാണ് ആ ബോട്ടന്ന് പിറ്റന്നാളിന് ബോട്ട് യാത്ര ചെയ്യേണ്ടി വന്നത്. അഭിലാഷ്, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ പ്രതികരണങ്ങളാണ്. അത്തരത്തിൽ നല്ലൊരു സ്വാധീനം ചെലുത്തിയിട്ടാണ് ബോട്ടിലെ സർവീസ് നടത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത്. അഭിലാഷ്, റൈറ്റ്. എന്തായാലും നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ ആളുകളെ കുത്തിനിറച്ച് യാത്ര ചെയ്യുന്നത് എന്നാണ്. അത് പലപ്പോഴായി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബോട്ടുകാർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് ഏതെങ്കിലുമൊക്കെ ബോട്ടുകൾ അധികമായി ആളുകളെ കയറ്റുന്നതിനെ കൃത്യമായി ബോട്ട് സർവീസ് നടത്തുന്നവർ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യാം. കാരണം അവർക്ക് കൂടി ലഭിക്കേണ്ട വരുമാനമാണ് ഇത്തരത്തിൽ കൂടുതൽ ആളുകളെ ഒരേ സമയം ഒരേ ട്രിപ്പിൽ കയറ്റുമ്പോൾ ഉണ്ടാവുക. സ്വാഭാവികമായും അത്തരം തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ആ സൂചന തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പോലീസ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇത്തരം ദൃശ്യങ്ങളൊക്കെ നിരവധിയായി പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് ഇത്തരം ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും അതിൻ്റെ ആധികാരികത പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ആണ്. അപകടങ്ങൾ ഉണ്ടാകുമ്പോഴടക്കം ഒരു ബന്ധവുമില്ലാത്ത ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചിലപ്പോൾ പുറത്തു വന്നേക്കാം. എഡിറ്റഡ് ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നേക്കാം. ഇപ്പോഴും കൃത്യമായി പറയുന്നു, ഇത് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഈ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇത്രയധികം ആളുകളെയൊക്കെ കയറ്റുന്നതിന് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യമായല്ല ഈ കപ്പാസിറ്റിയേക്കാൾ, ശേഷിയേക്കാൾ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. ഇത് കേരളത്തിൽ പലയിടത്തും നടക്കുന്ന ഒന്ന് തന്നെയാണ്. കഴിയുന്നത്ര ആളുകളെ കയറ്റിക്കൊണ്ടു പോവുക എന്നുള്ളത് എല്ലായിടത്തും തന്നെ നടക്കുന്ന ഒന്നാണ്. അത്തരം നിയമലംഘനങ്ങൾ എല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്. അത് മറ്റ് ബോട്ട് സർവീസ് നടത്തുന്നവരുടെ ശ്രദ്ധയിൽപ്പെടേണ്ട ഒന്നുകൂടിയാണ്. എന്തായാലും അത്തരം പരിശോധനകൾ കർശനമാക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ബോട്ടിലെ യാത്രയുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ കൃത്യമായി ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. 30-40 ആൾക്കാരെ യാത്രക്കാരെ കയറ്റാണ് പോണേ. ഒരു ഫെസിലിസ്റ്റും ഇല്ല, ആരും തടയാനുള്ള ഉദ്യോഗസ്ഥന്മാരില്ല, ഒന്നുമില്ല. പൈസ ഉള്ളവനിക്ക് എന്തോ പൈസ ഉള്ളവനിക്ക് എവിടെയും കിടക്കാം. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇതിലുള്ള ആൾക്കാരെ അത് ഇറങ്ങി വരുന്നതാ. 30-40 ആൾക്കാരെ യാത്രക്കാരെ കയറ്റാണ് പോണേ. ഒരു ഫെസിലിസ്റ്റും ഇല്ല, ആരും തടയാനുള്ള ഉദ്യോഗസ്ഥന്മാരില്ല, ഒന്നുമില്ല. പൈസ ഉള്ളവനിക്ക് എന്തോ പൈസ ഉള്ളവനിക്ക് എവിടെയും കിടക്കാം. അങ്ങനത്തെ ഒരു രീതിയിലാണ്. ഇടവേള. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നു. അവർ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ മന്ത്രിമാർ അടങ്ങുന്ന സംഘം സന്ദർശിക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അതേസമയം അപകടമുണ്ടായ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി പോകാൻ സാധ്യതയില്ല എന്ന വിവരവും അനുമോദ്
പങ്കുവയ്ക്കുകയാണ്. ഈ നിമിഷം മലയാളക്കര ഒന്നാകെ വിങ്ങിപ്പൊട്ടുകയാണ്. താനൂർ ഒട്ടുംപുറം തൂവൽ തീരത്ത് വിനോദയാത്രയ്ക്ക് പോയ ബോട്ട് മറിഞ്ഞ് 22 പേർ ആണ് മരണപ്പെട്ടത്. അതിൽ 12 പേർ ഒരു കുടുംബത്തിൽ നിന്നും ഉള്ളതാണ്, കുന്നുമ്മൽ കുടുംബത്തിൽ നിന്നും ഉള്ളതാണ്. പെരുന്നാൾ അവധിയോടനുബന്ധിച്ചായിരുന്നു കുന്നുമ്മൽ സൈദലവിയുടെ കുടുംബ വീട്ടിൽ എല്ലാവരും ഒത്തുചേർന്നത്. സഹോദരങ്ങളായ ജാബിർ, സിറാജ് എന്നിവരും അവരുടെ ഭാര്യമാരും സഹോദരിയും എല്ലാവരും ഒത്തുചേർന്നിരുന്നു. കുട്ടികളുടെ നിർബന്ധപ്രകാരമാണ് ഈ പ്രദേശത്തേക്ക് തൂവരൽ തീരത്തേക്ക് പോയത് എന്നാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അവർ യാത്ര തിരിച്ചത്. യാത്രയ്ക്ക് ശേഷം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്. അപകടത്തിൽ 12 പേർ, ഒരു കുടുംബത്തിലെ 12 പേർ മരണപ്പെട്ടു. 10 മാസം പ്രായമുള്ള കുഞ്ഞ് ഉൾപ്പെടെ ആണ് മരണപ്പെട്ടത്. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രിമാരായ കെ രാജൻ, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാർ എല്ലാം മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ആശുപത്രിയിൽ എത്തി. നേരത്തെ തന്നെ മന്ത്രിമാർ താനൂരിൽ എത്തുകയും വിവരങ്ങൾ എല്ലാം ശേഖരിക്കുകയും ഒപ്പം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. TK കുഞ്ഞാലിക്കുട്ടി, മന്ത്രി K കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ എല്ലാം തന്നെ നേരത്തെ എത്തിയിരുന്നു. ഒരു നാടാകെ ദുഃഖത്തിലാഴുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്രതീക്ഷിതമായ അപകടമായിരുന്നു. വേനൽ അവധിക്കാലത്ത് കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഒത്തുചേർന്ന പെരുന്നാളിന് ശേഷം എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്ത ഒരേ പ്രദേശത്ത് നിന്ന് ഉള്ളവർ തന്നെയാണ് അപകടത്തിൽ പെട്ടത്. ഇന്നലെ വൈകിട്ട് 7:30 അപകടം ഉണ്ടായത്. ഇപ്പോഴും അപകടത്തിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല. ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ബോട്ടിൽ കൂടുതൽ പേർ യാത്ര ചെയ്തു. മലപ്പുറം താനൂരിൽ ബോട്ട് അപകടത്തിൽ 22 മരണം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ആണ് മരിച്ചത്. ഒരു കുടുംബത്തിലെ 12 പേർ മരിക്കുകയും ചെയ്തു. 10 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. 4 പേരുടെ നില ഗുരുതരമാണ്. 5 പേർ ആണ് ഈ അപകടമുണ്ടായ സമയത്ത് രക്ഷപ്പെട്ടത് എന്നാണ്. ഇന്നലെയുണ്ടായ ബോട്ടപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളാണ് പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അബ്ദുൾ മജീദ്. ലൈഫ് ജാക്കറ്റ് ഇടാതെ ആളുകൾ നിൽക്കുന്നത് കണ്ടപ്പോൾ പിന്മാറുകയായിരുന്നു. വീട്ടിൽ എത്തി നിമിഷങ്ങൾക്കകം അപകട വാർത്ത അറിഞ്ഞതോടെ ഞെട്ടലിലായിപ്പോയി എന്ന് അബ്ദുൾ മജീദ് പറഞ്ഞു. ഇന്നലെയുണ്ടായ ബോട്ട് അപകടത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട നിരവധി ആളുകളും ഉണ്ട്. അത്തരത്തിലൊരാളാണ് പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശിയായ മജീദ്. ഇന്നലെ എപ്പോഴായിരുന്നു നിങ്ങളിത് കയറാൻ വന്നത്? പിന്നീട് എന്തുകൊണ്ടാണത് അത് വേണ്ടാന്ന് വെച്ചത്? ഞാൻ ഇന്നലെ ഏകദേശം ഒരു 4 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. 4 മണിക്ക് കയറി ഇവിടെ എത്തി. ഇവിടത്തിന് ശേഷം ഒരു 14 ബെഡ്സ് ഉണ്ട്, അതിലൊക്കെ കയറി. വൈകുന്നേരം ഒരു 6 മണി സമയത്താണ് ഈ ബോട്ടിന്റെ അടുത്തേക്ക് എത്തുന്നത്. എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 4 പേരെ ഒന്നിച്ച് ചേർന്നു. ഞാൻ എൻ്റെ മക്കളും ഒരു ചെറിയ കുഞ്ഞുമായിട്ടാണ് വന്നത്. അപ്പോൾ ബോട്ടിൽ കയറാൻ ബോട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അതിനകത്ത് സേഫ്റ്റി മെസ്സേജ് വളരെ കുറവാണ് കണ്ടത്. ആളുകളൊന്നും ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നില്ല, ആരും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ തട്ടേക്കാട് ബോട്ട് അപകടത്തിന് ശേഷം അത് ലൈഫ് ജാക്കറ്റ് അന്നേ ഗവൺമെൻറ് നിർബന്ധമാക്കിയതാണ്. ഇപ്പോൾ ടൂറിസത്തിൻ്റെ പ്രമോഷൻ ഭാഗമായിട്ട് കാണുന്ന എല്ലാ ബോട്ട് യാത്രകളിലും ലൈഫ് ജാക്കറ്റ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു സംഭവം ഇതിനകത്ത് കാണാതായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മടിച്ചതാണ്, ബൈക്കിലോട്ട് നിന്നതാണ്. അങ്ങനെയാണ് ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഈ മറ്റുള്ള ആളുകൾ ലൈഫ് ജാക്കറ്റ് ഇടാത്ത വന്നപ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞിരുന്നു ഇത് സുരക്ഷിതമല്ല ഈ യാത്ര എന്നുള്ളതെല്ലാം? പരിചയമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? പരിചയമുള്ള ആളുകളില്ല, പല സ്ത്രീകളും കുട്ടികളായ ആളുകളുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊരു ബോട്ടിലേക്ക് കയറാൻ വേണ്ടി ഒരു റാമ്പ് നിർമ്മിച്ചിട്ടുണ്ട്. ആ റാമ്പിൻ്റെ അപ്പുറത്താണ് ഞാൻ നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൂരത്ത് ആയിരുന്നില്ല ഇതുണ്ടായിരുന്നത്. മാത്രമല്ല അപ്പുറത്തുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൊക്കെ വളരെ നിശമായിട്ട് തന്നെ ലൈഫ് ജാക്കറ്റ് എല്ലാവർക്കും നൽകി, കൊച്ചുകുട്ടികൾക്ക് പോലും ലൈഫ് ജാക്കറ്റ് നൽകിയിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പക്കയാണ്. പക്ഷേ ഈ ബോട്ടിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല. ഇവർക്ക് ആർക്കും ഈ പെർമിഷൻ കൊടുക്കുന്ന ആളുകൾ ഇതിൽ ശക്തമായൊരു ഉദ്യോഗസ്ഥ അനാസ്ഥ ഇതിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്.
അല്ലെങ്കിൽ ഈ സേഫ്റ്റി മെസ്സേജുകൾ ഒന്നും നോക്കാതെയാണ് ഇതിന് ലൈസൻസ് ഇല്ല എന്നാണ് കേൾക്കുന്നത്. എങ്കിൽ പോലും അതിന് പ്രവർത്തന അനുമതി കൊടുത്തത് ആ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൽ തെറ്റുകാർ. മാത്രമല്ല പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലീസ് ഇന്നലെ ഉണ്ടായിരുന്നു ഇവിടെ. ആ സമയത്ത് 4 മണിക്ക് വന്നപ്പോഴൊക്കെ പോലീസിന്റെ ഒരു ജീപ്പ് പോലീസ്, ഒരു താന്നൂർ പോലീസ് ഇതിന്റെ മേളിലുണ്ടായിരുന്നു, പാലത്തിന്റെ മേളിലുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് 6:30 തിരിച്ചു പോകുന്ന സമയത്ത് അവരവിടെ കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവരൊന്ന് ഇറങ്ങി ഈ ബോട്ട് സർവീസ് നടത്തുന്ന ഏരിയയിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിരുന്നെങ്കിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാവുന്നതായിരുന്നു. ഈ ഡെക്കിന്റെ മുകളിൽ ഒരുപാട് പേരുണ്ട്. ഡെക്കിന്റെ മേളിൽ ഒരുപാട് ആ സമയത്ത് കാണുന്നില്ല, ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ അപകടം അറിഞ്ഞപ്പോൾ എന്തായിരുന്നു? അപകടം ഞാൻ അറിയുന്നത് വീട്ടിൽ അറിയുന്നത് ഒരു 7 മണി സമയത്ത്, 7:30 കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അറിയുന്നത് ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി. മറ്റൊരു അയൽവാസിയാണ് വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അവിടെ പോയിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹത്തോട് പങ്കുവെക്കുക ചെയ്തത്. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ ബോട്ട് യാത്രകൾ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത്തരം ജാഗ്രത ആളുകൾ പാലിച്ചു കഴിഞ്ഞാൽ, മജീദ് അത്തരമൊരു ജാഗ്രത പാലിച്ചതുകൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അത് ഇനിയുള്ള കാലത്തെങ്കിലും ഇത്തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ബോട്ട് യാത്ര നടത്താൻ എല്ലാവരും ശീലിക്കേണ്ടതാണ് എന്നുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. തീർച്ചയായും അപകടത്തിൻ്റെ ഞെട്ടലിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നലെ യാത്ര ചെയ്യേണ്ടിയിരുന്ന ഒരാളാണ്. അതേസമയം ഇപ്പോൾ മൃതദേഹങ്ങൾ ഖബറടക്കുന്ന ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബി വിശ്വനാഥൻ ആണ് ചേരുന്നത്. സുബി, നേരത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴടക്കം നിരവധി പേർ എത്തിയിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമാണ് ആ സമയത്ത് മൃതദേഹം കാണാൻ അവസരം നൽകിയത്. ഖബറിസ്ഥാനിൽ പുരുഷന്മാർക്ക് അവസരം നൽകുന്നു. അങ്ങനെയായിരുന്നു. അത്രമേൽ വലിയ ജനക്കൂട്ടം, ഒരു നാടൊന്നാകെ അവിടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, അതീവ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാണ് ഇവിടെ. ഇപ്പോൾ ഖബറടക്ക ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ വലിയ കുഴിയുണ്ടാക്കി അതിൽ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കിയാണ് ഖബറടക്കം നടത്തുന്നത്. ഖബറടക്കം നടക്കുന്നത് അരയൻ കടപ്പുറം ജുമാ മസ്ജിദിലാണ്. ഈ മരിച്ച 11 പേരെയും ഒരുമിച്ചാണ് അടക്കുന്നത്. ഏറ്റവും വേദനാജനകമായ കാഴ്ചയിലെ 11 പേർ, പ്രിയപ്പെട്ടവരെല്ലാം ഒരുമിച്ച് ഈ നാടിനോട് വിട ചൊല്ലുന്ന കാഴ്ച അതീവ ദുഃഖസാന്ദ്രമായ ഇപ്പോൾ ഈ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും മറ്റും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഖബറടക്ക ചടങ്ങുകൾ നടന്നിരിക്കുന്നത്. 10 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 45 വയസ്സുള്ള സൈനബ എന്ന സ്ത്രീ ഉൾപ്പെടെയുള്ളവരുടെ ഖബറടക്ക ചടങ്ങുകളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു വലിയ കുഴിയുണ്ടാക്കി അതിൽ കുഞ്ഞു കുഞ്ഞു കുഴികൾ ഉണ്ടാക്കി എല്ലാവരെയും ഒരുമിച്ചടക്കുന്ന ഹൃദയഭേദകമായ കാഴ്ച. നേരത്തെ പോസ്റ്റ്മോർട്ടം ചടങ്ങുകളെല്ലാം തന്നെ കൃത്യസമയം പാലിച്ചുകൊണ്ട് നടത്തിയിരുന്നു. അതിനുശേഷം 10 മണിയോടുകൂടിയാണ് ഈ പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതശരീരങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചത്. വീട്ടിൽ കുട്ടികൾക്കും അതുപോലെ സ്ത്രീകൾക്കും ഈ മൃതദേഹങ്ങളെ കാണാൻ അവസരം ഉണ്ടായിരുന്നു. ഉമ്മമാർ വിതുമ്പിക്കൊണ്ടാണ് കുരുന്നുകളെ യാത്രയാക്കിയത്. ഇന്നലെ വരെ ഓടി നടന്നിരുന്ന കുരുന്നുകൾ വളരെ അപ്രതീക്ഷിതമായ ഒരു ദുരന്തം. ആ ഒരു ദുരന്തത്തിനൊടുവിൽ ഇപ്പോൾ നാടിനോട് തന്നെ വിട ചൊല്ലുന്ന ഒരു കാഴ്ച. അതിനുശേഷം അവരെ മദ്രസയിലേക്ക് കൊണ്ടുവന്നു. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസയിലേക്ക് കൊണ്ടുവന്നു. അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. അവിടെയും വലിയ ജനക്കൂട്ടമാണ് ഈ കുഞ്ഞുങ്ങളെ കാണാൻ എത്തിയിരുന്നത്. വിങ്ങലടക്കാൻ സാധിക്കാതെ, വിതുമ്പലടക്കാൻ സാധിക്കാതെ ആളുകൾ തേങ്ങിക്കരയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും അധിക സമയം ഈ മൃതശരീരങ്ങൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നതിനാൽ തന്നെയും എല്ലാവരെയും ഈ കാണാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയും മറ്റുള്ളവരും കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയതിനു ശേഷം ഏതാനും ആളുകൾക്ക്, അയൽവാസികൾക്കും സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ട അധ്യാപകർക്കും കാണാനായി വെച്ചു. അതിനുശേഷം അവിടെ നിന്ന് നേരെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അരയൻ കടപ്പുറം ഖബർസ്ഥാനിലാണ് ഈ ജുമാ മസ്ജിദിലാണ് ഇപ്പോൾ ഖബറടക്കം നടക്കുന്നത്. വലിയ കുഴിയുണ്ടാക്കി എല്ലാവരെയും ഒരുമിച്ച് അടക്കുന്ന ഹൃദയഭേദകമായ കാഴ്ച. 11 മൃതദേഹങ്ങൾ ഒരുമിച്ച് ഒരു കുഴിയിലേക്ക് എടുക്കുന്ന വളരെ അതീവ ദുഃഖകരമായ കാഴ്ചയാണ്. വാക്കുകൾ കൊണ്ടത് വിവരിക്കുക എന്നതുപോലും ഏറ്റവും
ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണ്. ഏതായാലും നിരവധി ആളുകൾ, ഒരു നാട് മുഴുവൻ അവർക്ക് യാത്രാമൊഴി നേരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിങ്ങലോടുകൂടി അവർക്ക് യാത്രാമൊഴി നേരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പ്രിയപ്പെട്ട, അതായത് ഒരു വീട് ഉണ്ടാക്കുക എന്നതായിരുന്നു ഒരു സ്വപ്നം. ആ വീട് ഉണ്ടാക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ തറയിടൽ പൂർത്തിയായിരുന്നു. ആ തറയിൽ മൃതദേഹങ്ങൾ വെച്ചതിന് ശേഷമാണ്, പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഏതായാലും ഇനി ആ കുടുംബത്തിൽ, അതായത് പ്രിയപ്പെട്ട സ്ത്രീകളും ഒരു ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യമാരും മക്കളുമാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. പുരുഷന്മാർ മാത്രമാകുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഒരു കുടുംബത്തിലെ മാഞ്ഞു പോകുന്ന ഒരു കാഴ്ച. ഒരൊറ്റ ദുരന്തത്തിൽ ഒരു 11ഓളം പേർ, 10 വയസ്സുള്ള കുട്ടി മുതൽ 45 വയസ്സുള്ള സൈനബ എന്ന മുതിർന്ന ഒരു സ്ത്രീ വരെ ഉള്ള അവർ മാഞ്ഞു പോകുന്ന ഒരു വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം. ഏതായാലും ഇപ്പോൾ ഖബറടക്ക ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പ്രത്യേക പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിലെ 11 പേർ ആണ് ഒരുമിച്ച് വിട ചൊല്ലിയത്. അവർക്ക് ഒരേ കുഴിമാടം, അതിനകത്ത് കാലമാണ്. ഞായറാഴ്ച ദിവസമായിരുന്നു. തൂവൽ തീരത്ത് സന്ദർശകർ നിരവധിയായിരുന്നു ഇന്നലെ. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ ആളുകളെ കുത്തി നിറച്ച് ഇന്നലത്തെ ലാസ്റ്റ് സർവീസിനായി അറ്റ്ലാന്റിക് ബോട്ട് തീരത്തു നിന്നും പുറപ്പെട്ടു. പതിവ് പോലെ തീരത്തുള്ള പ്രദേശവാസികൾ ബോട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് വേവലാതിപ്പെട്ടു. കരയിൽ നിന്നും 300 മീറ്റർ പിന്നിട്ടപ്പോഴേക്കും ദുരന്തമുണ്ടായി. ബോട്ട് തലകീഴായി മറിഞ്ഞത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഇവര് ചെറിയ സാധനമായിട്ട് 50 ആളെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ഒരു സൈഡ് ഒക്കുറ്റിയാണ് പോയത്. ഒക്കുറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറഞ്ഞു, ചെരിഞ്ഞിട്ടാണ് പോയത്. ബാലൻസ് ഇല്ലാതെ ഒരു ഭാഗം ചെരിഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഇതേമാതിരി സാധാരണ ജനങ്ങളാണ്, ഓരിക്കും ചില എൻജോയ് ആണ്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കൂ. അപ്പൊ അതിന്റെ ആ ബാലൻസ് വെച്ചിട്ട് മറിഞ്ഞു പോയതാണ്. അധികം വൈകാതെ ദുരന്തം പുറം ലോകം അറിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയത് നാട്ടുകാർ, പിന്നാലെ ഫയർഫോഴ്സും NDRF സംഘവും. വെളിച്ചക്കുറവ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായെങ്കിലും പരമാവധി പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള അശ്രാന്ത പരിശ്രമം. ബോട്ടിന്റെ വശങ്ങൾ വെട്ടിപ്പൊളിച്ച ആളുകളെ പുറത്തെത്തിക്കാനായിരുന്നു ശ്രമം. സമീപത്തെ വീടുകളുടെ മതിലുകൾ പൊളിച്ച് ആംബുലൻസുകൾ സ്ഥലത്തെത്തിച്ചു. അപകടത്തിൽപ്പെട്ടവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. രാത്രി വൈകിയും തെരച്ചിൽ നടന്നു. പുലർച്ചെ 1 മണിയോടെ ബോട്ട് കരക്കടിപ്പിച്ചു. മരണസംഖ്യ സംബന്ധിച്ച് രാവിലെ കണക്കുകൾ സ്ഥിരീകരിച്ചെങ്കിലും എത്ര പേർ ബോട്ടിൽ കയറി എന്നതിൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വ്യക്തതയുണ്ടായിട്ടില്ല. അസാധാരണ സാഹചര്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചു. വെളിച്ചക്കുറവും പുഴയിലെ ഒഴുക്കുമെല്ലാം ഇതിൽ പെടുന്നു. അപകടം നടന്ന് ഇത്രയും മണിക്കൂർ പിന്നിടുമ്പോഴും അപകടത്തിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് ഇപ്പോഴും പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും തിരച്ചിൽ നിർത്തിയിട്ടില്ല. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് ഈ ബോട്ട് കരയ്ക്ക് എത്തിച്ചത്. അതിനുശേഷം ബോട്ടിനകത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഈ ബോട്ട് തലകീഴായാണ് മറിഞ്ഞത്. ചെളിയിലേക്ക് പതിഞ്ഞുപോയ സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ
കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയം ഇപ്പോഴുമുണ്ട്. പക്ഷേ ആരെങ്കിലും ഉള്ളതായുള്ള പരാതി ഇതുവരെ ഉയർന്നിട്ടില്ല. ഏതെങ്കിലും മിസ്സിംഗ് കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വിനോദസഞ്ചാര കേന്ദ്രമാണ്, അവിടേക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആളുകൾ വരാം എന്നുള്ളത് കൊണ്ട് തന്നെ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്ന് മന്ത്രി കെ രാജൻ നേരത്തെ പ്രതികരിച്ചു. 37 പേരെയാണ് ഇപ്പോൾ നമുക്ക് ആധികാരികമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമായിട്ടുള്ളത്. അതിൽ നിർഭാഗ്യവശാൽ 22 പേർ മരണപ്പെട്ടവരാണ്. 10 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ടായിരുന്നു. 2 പേർ ഇപ്പോൾ ചികിത്സയിൽ നിന്ന് മാറി, ബാക്കി 8 പേർ തുടരുകയാണ്. 5 പേർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അവിടെ നീന്തി കയറിയ അനുഭവം ഉണ്ടായി. ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന ഭീതിയോട് കൂടിയാണ് തെരച്ചിലിന്റെ നടപടിക്രമങ്ങൾ തുടരുന്നത്. പക്ഷേ ഇപ്പോഴും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ NDRF ടീം ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞു. കുറച്ചു നേരം കൂടി നമുക്ക് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തെരച്ചിലുമായി ബന്ധപ്പെട്ടോ നടക്കുന്ന നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയതിനു ശേഷം മറ്റ് പരാതികളൊന്നുമില്ലെങ്കിൽ തെരച്ചിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വേദന പങ്കിടേണ്ട ഘട്ടമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഒരു നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ അതെല്ലാം കണ്ടെത്താൻ സാധിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഗവൺമെന്റ് ഇവിടെ എടുക്കുന്ന ആശ്വാസ നടപടികളുമായി സഹകരിക്കുന്നതിന്റെ കാരണം അതാണ്. ഇനി ബാക്കി ഇപ്പോൾ അവർക്ക് കിട്ടേണ്ട ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് മുഖ്യമന്ത്രിയുടെ വ്യക്തമാക്കിയല്ലോ. മീഡിയ കൊടുത്തുകൊണ്ടിരിക്കുന്ന നിയമലംഘനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇനി ആവർത്തിക്കാതിരിക്കാനും സ്റ്റേറ്റിനൊരു ഒരു സേഫായിട്ടുള്ള ഒരു പ്രപ്പോസൽ തരാനൊക്കെ നല്ലത് ജുഡീഷ്യൽ എൻക്വയറിയാണ്. ഇടവേള. ിലധികം ആളുകൾ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ബോട്ട് ലാൻഡിക് എന്ന ബോട്ട് ഒരു യാത്രാ ബോട്ടല്ല, അത് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടാണ് എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ പ്രദേശവാസികളിൽ നിന്നും വരുന്നുണ്ട്. ബോട്ട് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു, അപ്പോൾ എല്ലാവരും മറുഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് കൂട്ടം കൂടിയതാണ് ബോട്ട് മുങ്ങാൻ കാരണം എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ബോട്ട് തലകീഴായി മറഞ്ഞിരുന്നു എന്നത് വ്യക്തമാണ്. രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ബോട്ട് ചെളിയിൽ പൂണ്ടുകിടക്കുന്ന സാഹചര്യത്തിലായിരുന്നു. ബന്ധുക്കൾ, ഉറ്റവർ, ഉടയവർ അവർ ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് മക്കളെ, ഭാര്യയെ ഒക്കെ അവസാനമായി ഒരു നോക്ക് കാണുന്ന സാഹചര്യം. മത്സ്യത്തൊഴിലാളി കുടുംബമാണ്. ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്ന സമയമായിരുന്നു. വീടിനായി ഇട്ട തറ, അവിടെയാണ് ഈ മൃതദേഹങ്ങൾ ഓരോന്നായി കിടത്തിയിട്ടുള്ളത്. തീർച്ചയായും അടക്കാനാവാത്ത സങ്കടം. അയൽവാസികൾ, ബന്ധുക്കൾ ഒക്കെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം. ഒരു കുടുംബത്തിൻ്റെ 12 അംഗങ്ങൾ അപകടത്തിൽ മരണപ്പെടുന്ന സാഹചര്യം.
മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നു. അവർ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ മന്ത്രിമാർ അടങ്ങുന്ന സംഘം സന്ദർശിക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അതേസമയം അപകടമുണ്ടായ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി പോകാൻ സാധ്യതയില്ല എന്ന വിവരവും അനുമോദ് പങ്കുവയ്ക്കുകയാണ്. ഈ നിമിഷം മലയാളക്കര ഒന്നാകെ വിങ്ങിപ്പൊട്ടുകയാണ്. താനൂർ ഒട്ടുംപുറം തൂവൽ തീരത്ത് വിനോദയാത്രയ്ക്ക് പോയ ബോട്ട് മറിഞ്ഞ് 22 പേർ ആണ് മരണപ്പെട്ടത്. അതിൽ 12 പേർ ഒരു കുടുംബത്തിൽ നിന്നും ഉള്ളതാണ്, കുന്നുമ്മൽ കുടുംബത്തിൽ നിന്നും ഉള്ളതാണ്. പെരുന്നാൾ അവധിയോടനുബന്ധിച്ചായിരുന്നു കുന്നുമ്മൽ സൈദലവിയുടെ കുടുംബ വീട്ടിൽ എല്ലാവരും ഒത്തുചേർന്നത്. സഹോദരങ്ങളായ ജാബിർ, സിറാജ് എന്നിവരും അവരുടെ ഭാര്യമാരും സഹോദരിയും എല്ലാവരും ഒത്തുചേർന്നിരുന്നു. കുട്ടികളുടെ നിർബന്ധപ്രകാരമാണ് ഈ പ്രദേശത്തേക്ക് തൂവൽ